Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 BTech, BPharm and BArc ഈ മൂന്ന് സെക്ടറിലേക്കുള്ള കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നു. ഈ സമയം മുതൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഏറ്റവും പ്രാധാന്യമുള്ളൊരു വീഡിയോയിലൂടെ നമുക്ക് പോകുന്നത് കീമിൻ്റെ മെഡിക്കൽ സെക്ടർ ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, നീറ്റിൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആവട്ടെ, എല്ലാ കൗൺസിലിങ്ങിൻ്റെയും അപ് ടു ഡേറ്റ് ന്യൂസുകൾ കൃത്യമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എത്താൻ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് 20th ആണ്. ഇന്ന് കേരള എൻട്രൻസ് കമ്മീഷനുടെ കീമിൻ്റെ 3 സെക്ടറിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയാണ്. അതിൽ BTechൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റും BPharmൻ്റെയും സെക്കൻഡ് അലോട്ട്മെൻറ്റും BArc കോഴ്സുകളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമാണ്. അപ്പോൾ ഇന്ന് 20th ഈ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിൽ ഏറ്റവും പ്രാധാന്യം 21st മുതൽ 27th ഇൻ ബിറ്റ്വീൻ ക്യാമ്പസുകളിൽ നാം ജോയിൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ BArcന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ 21നും 24നും ഇൻ ബിറ്റ്വീൻ ക്യാമ്പസുകളിൽ ജോയിൻ ചെയ്തിരിക്കണം. ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡോക്യുമെൻസുകളും നാം അപ്ലോഡ് ചെയ്യണം. ഇനി അതിനോടൊപ്പം ബാക്കി വരുന്ന കോഴ്സുകൾക്ക് BPharmനും BArc കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഇൻ ബിറ്റ്വീൻ 21നും 27നും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഡേറ്റുകളിൽ നാം ക്യാമ്പസിൽ ജോയിൻ ചെയ്യണം. അപ്പം നമ്മൾ ഏത് ദിവസമാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ വിദ്യാർത്ഥികളും അവരവരുടെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ എൻ്റർ ആയതിനു ശേഷം നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മോയും ഡേറ്റ കാർഡും പ്രിൻ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓൾറെഡി ഒരു ക്യാമ്പസ് ലഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇനി ഞാൻ ചേഞ്ചസ് ഒന്നും കൊടുത്തില്ല എങ്കിലും നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ മെമ്മോയും ഡേറ്റ കാർഡുമാണ് എല്ലാവരും പ്രിൻ്റ് എടുത്തിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് ക്യാമ്പസിലേക്ക് പോകുമ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് എന്ത് ലഭിച്ചു, അതിലെന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ, ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, എന്തുമാവട്ടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ മെമ്മോ വേണം എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ ഹോം പേജിലെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ നമ്മൾ എൻ്റർ ആയതിനു ശേഷം മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ, ഡേറ്റ കാർഡും പ്രിൻ്റ് എടുക്കാൻ. ഡേറ്റ കാർഡ് നാം പ്രിൻ്റ് എടുക്കുമ്പോൾ അതിൽ ഓരോ കാൻഡിഡേറ്റിനും അവരുടെ റോൾ നമ്പർ, അതിനോടൊപ്പം നമുക്ക് ഏത് കോഴ്സിനാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് എന്താണ്, ഇതെല്ലാ ഡീറ്റെയിൽസും, ഈ കോഴ്സിന് വരുന്ന ഫീസ് എത്രയാണ്, നാം റെമിറ്റ് ചെയ്യേണ്ട ഫീസ് എത്രയാണ്, എല്ലാ ഡീറ്റെയിൽസും ഈ ഡേറ്റ കാർഡിൽ ഉണ്ടാവും. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു കോഴ്സിന് ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ CETയുടെ ക്യാമ്പസിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ TKMലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഏത് ക്യാമ്പസിലാണോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അങ്ങനെ നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട ഡേറ്റും ഈ ഡേറ്റ കാർഡിൽ ഉണ്ടാവും. അപ്പോൾ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ തന്നിരിക്കുന്ന ഡേറ്റ് അനുസരിച്ച് വേണം നാം ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്യാൻ. ഇതിനോടൊപ്പം എല്ലാ വിദ്യാർത്ഥികളും പേരൻസും ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഏത് ക്യാമ്പസിലാണോ, ഏത് കോഴ്സും ആവട്ടെ, BPharm ആവട്ടെ, BArc ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, ഏത് കോഴ്സാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ ലഭിച്ചിരിക്കുന്ന ക്യാമ്പസിൻ്റെ, ആ കോളേജിൻ്റെ വെബ്സൈറ്റിലൊന്നും നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം ആ ക്യാമ്പസിൻ്റെ ഫോൺ നമ്പർ എടുത്തിട്ട് ആ ക്യാമ്പസിലേക്കൊന്ന് വിളിക്കുക. എനിക്ക് ഇന്ന കോഴ്സിന് ഈ ക്യാമ്പസിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു, ഇന്ന കോഴ്സിനാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, ഞാൻ വരുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുവരേണ്ടത്, ഏത് ദിവസമാണ് വരേണ്ടത്, ഇങ്ങനെ ആ ക്യാമ്പസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നാം ക്യാമ്പസിലേക്ക് അഡ്മിഷന് പോകാൻ. കാരണം എല്ലാ ക്യാമ്പസുകളിലും, അത് ഗവൺമെൻറ് സെക്ടർ ആവട്ടെ, ഗവൺമെൻറ് എയ്ഡഡ് സെക്ഷൻസ് ആവട്ടെ, പ്രൈവറ്റ് സെക്ടറുകളാവട്ടെ, എല്ലാ ക്യാമ്പസുകളിലും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ക്യാമ്പസിലാണോ ജോയിനിങ്ങിന് പെർമിഷൻ ലഭിച്ചിരിക്കുന്നത് ആ ക്യാമ്പസിൻ്റെ ഫോൺ നമ്പർ എടുത്തിട്ട് ആ കോളേജിലേക്ക് വിളിച്ച് ഞാൻ അഡ്മിഷൻ എടുക്കാൻ വരേണ്ട ഡേറ്റും കൊണ്ടുവരേണ്ട ഡോക്യുമെൻസുകളും കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. ഇതിനോടൊപ്പം ഒരു ഡോക്യുമെൻസിൻ്റെയും കോപ്പി അല്ല നമ്മൾ കൊണ്ടുപോകേണ്ടത്, എല്ലാ ഡോക്യുമെൻസിൻ്റെയും, നമ്മുടെ മെമ്മോ, ഡേറ്റ കാർഡ്, അതിനോടൊപ്പം നമുക്ക് ആവശ്യം വരുന്ന ഡോക്യുമെൻസുകളെല്ലാം കൃത്യമായി നമുക്ക് ഏതൊക്കെ റിസർവേഷൻസ് ഉണ്ടോ ആ റിസർവേഷൻസിൻ്റെ എല്ലാ ഒറിജിനലുകൾ, ഇതിൻ്റെ കൂടെ ID പ്രൂഫ്, നമ്മുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ +2ൻ്റെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്, ഇതുപോലെ ഒരു കാൻഡിഡേറ്റിന് ഒരു ക്യാമ്പസിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലും അതിനോടൊപ്പം ചില ഡോക്യുമെൻസുകളുടെ കോപ്പിയും നമ്മൾ
അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകണം. ഇപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മളൊരു ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആ ക്യാമ്പസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും. ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ക്യാമ്പസിലേക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം ക്യാമ്പസിലേക്ക് പോവുക. ഇനി ഡേറ്റ് ഓർത്തിരിക്കുക, 21നും 27നും ഇൻ ബിറ്റ്വീൻ ബിടെക് കോഴ്സുകൾക്കും ബിഫാം കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായി അഡ്മിഷൻ എടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്കൊരു കോഴ്സ് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്കും അടുത്ത തേർഡ് അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യത്തില്ല. ഇതിനകത്ത് ജോയിൻ ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികളെയും തേർഡ് അലോട്ട്മെന്റിൽ നിന്ന് തന്നെ പുറത്താക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുന്നോട്ടൊരു ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കണമെങ്കിലും ഒരു ക്യാമ്പസ് ചേഞ്ച് ചെയ്ത് ലഭിക്കണമെങ്കിലും നമുക്കൊരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തുമാവട്ടെ ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു ക്യാമ്പസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ജോയിൻ ചെയ്തിരിക്കണം. ഒരു ചേഞ്ച് ആവശ്യമുണ്ടെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എന്നൊരു ഓപ്ഷനുമില്ല. നിർബന്ധമായിട്ടും ക്യാമ്പസിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. ഈ ജോയിൻ ചെയ്ത ക്യാമ്പസ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പസിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, തേർഡ് അലോട്ട്മെന്റിൽ നാം ഒന്നും ചെയ്യുന്നില്ല, അതവിടെ കിടക്കുകയാണ്. ആ കിടക്കുന്ന ക്യാമ്പസിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ചേഞ്ച് വന്നാൽ നമ്മൾ അങ്ങോട്ട് മാറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആ സമയമാവുമ്പോൾ ആ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുകയും ആവശ്യമില്ലാത്ത ക്യാമ്പസുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുക. ഇനി അങ്ങനെയല്ല, ഈ ക്യാമ്പസ് തന്നെ മതി എന്നുള്ളവർ തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാതിരിക്കുക. അപ്പം അങ്ങനെ നമുക്ക് ലഭിച്ച നാം വർഷങ്ങളോളം നമുക്കൊരു എഞ്ചിനീയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ബിഫാമിൻ്റെ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് കോഴ്സിൻ്റെ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ പഠിച്ച് നേടിയ ആ മാർക്കിനെ ബേസ് ചെയ്തിട്ട് ആ റാങ്കിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു അർഹതപ്പെട്ട ക്യാമ്പസ് കിട്ടുമ്പോൾ അത് കൃത്യമായി ആ ക്യാമ്പസിൽ ചെന്ന് ജോയിൻ ചെയ്യുവാൻ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ക്യാമ്പസോ കോഴ്സോ ലഭിക്കാതെ പോയി എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ ഇനിയും അവസരങ്ങളുണ്ട് ഉള്ള ചിന്തയോടുകൂടി നിങ്ങൾക്കുണ്ടാവുന്ന ഏത് സംശയങ്ങളിലും, അതുപോലെ ഇനി അടുത്തൊരു എൻട്രൻസ് എക്സാമിനേഷന് നന്നായിട്ട് പഠിച്ച് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഈ സമയത്തൊക്കെ നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഏറ്റവും നല്ലൊരു ക്യാമ്പസും കോഴ്സും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന ആശംസയോടെ പുതിയൊരു ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.